Today's welcome. So, ഇന്ന് നമ്മളൊരു ഫ്രീ കോഴ്സ് യൂട്യൂബിൽ കൂടി ലോഞ്ച് ചെയ്യുകയാണ്. എല്ലാവർക്കും വാച്ച് ചെയ്യാൻ ഈ കോഴ്സ് അവൈലബിൾ ആയിരിക്കും. 1/1 വീഡിയോസ് ആയിട്ടായിരിക്കും ഈ കോഴ്സ് അവൈലബിൾ ആവുക. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ കോഴ്സ് ആർക്ക് വേണ്ടിയാണ്, എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ഞാൻ ചെയ്യുന്നതെന്നുള്ള രണ്ടാമത്തെ കാര്യം, അതുപോലെ ഈ കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളായി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. അതെന്താണ്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റ് തിങ്, എന്തിനാണ് ഇങ്ങനെ ഒരു കോഴ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഡയറക്റ്റ് ഒരുപാട് മെസ്സേജസും കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, എല്ലാവരും ബേസിക്സ് ഒന്ന് തൊട്ട് വെച്ച് നേരെ അതിൻ്റെ മുകളിൽ പോയി അവിടെ എന്തോ ഉണ്ട് നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ എല്ലാവരും ഈസിലി പ്രോഫിറ്റബിൾ ആക്കുന്ന എന്തോ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ബട്ട് ബേസിക്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം സ്ട്രോങ് ആയിരിക്കില്ല, റൈറ്റ്? ഈ ബേസിക്സ് ആൻഡ് ഫൗണ്ടേഷൻ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഫാക്റ്റ്. നിങ്ങളുടെ ബേസിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണെങ്കിൽ അത് മാത്രം മതി. അതായത് ടെക്നിക്കൽ അനാലിസിസിലെ ഫൗണ്ടേഷനാണ് പറയുന്നത്. ആ ഒരു സംഭവം മാത്രം മതി നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ കോഴ്സിലൂടെ കവർ ചെയ്യുന്ന കാര്യം, നിങ്ങൾ കേൾക്കാത്ത പുതിയതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. ബട്ട് അതിനെ ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂസ് ചെയ്യേണ്ട രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഒരു ഫുൾ ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ ചെയ്യുന്നത്. ഈ കോഴ്സ് കഴിയുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും, വിത്ത് പേഷ്യൻസ്, വിത്ത് പ്രോപ്പർ റിസ്ക് ആൻഡ് മണി മാനേജ്മെൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മിങ് ഡേയ്സിൽ ഓരോരോ വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ കോഴ്സിന് വേണ്ട കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. അതെന്താണെന്ന് പറയാം. നമ്പർ 1, ഡോണ്ട് ബി ബയാസ്ഡ് ആൻഡ് ഓൾസോ എംപ്റ്റി യുവർ കപ്പ്. ഈ രണ്ട് ഡയലോഗ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും പല സ്ഥലത്തും. ബട്ട് ഇത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് അങ്ങനെ അല്ലാതിരിക്കാൻ പറ്റൂ. നമ്മളുടെ ലൈഫിൽ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഫാമിലി വൈസ് ഇങ്ങനെ പല കാര്യത്തിലും നമ്മൾ എല്ലാ സമയത്തും ബയാസ്ഡ് ആയിരിക്കും. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു വന്നൊരു സംഭവമാണ്. ഈ ബയാസ്ഡ് ആയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുതിയ ഇൻഫർമേഷൻസ്, ആ ഇൻഫർമേഷൻസ് എത്ര സത്യമായിക്കോട്ടെ അത് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു ബയാസ് ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഈ ബയാസ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് പോലെയാണ്. ഈ റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്ത് ഒരു സാധനം അതിൻ്റെ അപ്പുറത്തേക്ക് പോയില്ല. എംപ്റ്റി യുവർ കപ്പ് എന്ന് പറയുന്നതും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പുതിയ ഇൻഫർമേഷൻ നമുക്ക് ഉള്ളിലേക്ക് എടുക്കണമെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഭാവത്തിൽ നിന്നാൽ മാത്രമേ പറ്റൂ. ജസ്റ്റ് ആക്ട് ചെയ്താൽ പോരാ. അതുപോലെ അത് നമ്മൾ റിയലി ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോയ സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ കൈ പിടിച്ച് പോയ സമയത്ത് വളരെ എന്താ പറയണ്ട, ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നമുക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ടാവുന്നു, അവിടെ കളിക്കാൻ പറ്റുന്ന ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല, റൈറ്റ്? സോ നമ്മൾ എംപ്റ്റി ആയിരുന്നു. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നായിട്ട് പിക്ക് ചെയ്യാൻ പഠിച്ചത്, റൈറ്റ്? സോ ഈ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം നമ്മളുടെ ലൈഫിൽ ഉടനീളം ഉണ്ടാകേണ്ടത്. ഈ കോഴ്സിന് വേണ്ടി മാത്രമല്ല, ബട്ട് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇതിങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റൂ. കാരണം ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സിമ്പിൾ പ്രൈസ് ആക്ഷൻ, കുറച്ച് ടൂൾസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും. ബട്ട് ഈ സംഭവം നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇതെനിക്കറിയാമല്ലോ, ഞാനിത് എത്ര വീഡിയോ കണ്ടിട്ടുണ്ട്, ഞാൻ വിപിൻ്റെ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ട്, അവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. നോ, ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. നിങ്ങൾ റിയലി ആ ഒരു 90% നിന്ന് പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഈ വീഡിയോസ്, ഓരോ വീഡിയോസും ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹോം വർക്ക്സ് നിങ്ങൾക്ക് തരും. ഒരുപാടെന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഹോം വർക്ക്സ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും എന്ത് തിരക്കുള്ള ആളാണെങ്കിലും ഈ ഹോം വർക്ക് നിങ്ങൾ ഡെഫിനറ്റായിട്ട് ചെയ്യുക. കാരണം പ്രാക്ടീസ് എന്ന് പറയുന്നൊരു സംഭവം മാത്രമാണ് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള 10%-നെയും സക്സസ്ഫുൾ അല്ലാത്ത 90%-നെയും വേർതിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു പ്രാക്ടീസ്, ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ലേണിങ്ങുമാണ്, അതിൻ്റെ കൂടെ ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഈ കോഴ്സ് നിങ്ങൾ എത്ര തിരക്കുള്ള ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഹയർ ടൈം ഫ്രെയിംസ് ആയിരിക്കും. അപ്പോൾ ഹയർ ടൈം ഫ്രെയിംസിൽ ഇപ്പോൾ നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ പോലും ഇതെല്ലാ ടൈം ഫ്രെയിമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സാണ് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്കറിയാം, ഹയർ ടൈം ഫ്രെയിമിൽ എന്ന് പറയുമ്പോൾ നോയ്സ് കുറവാണ്, ലോവർ ടൈം ഫ്രെയിമിൽ എത്തിക്കുമ്പോൾ നോയ്സിൻ്റെ അളവ് കൂടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇതിന് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുക, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നുള്ളത്. അതുമായിട്ട് വറി ചെയ്യേണ്ട. ബട്ട് നിങ്ങൾ ഏത് ലെവലിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കാര്യം എല്ലാ സമയത്തും ഓർക്കുക, നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത്
ട്രേഡിംഗ് മെത്തേഡിലേക്കും ഷിഫ്റ്റ് ചെയ്യാനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും അനുഭവിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു CPR എടുക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർ ട്രെൻഡോ എന്തെങ്കിലും ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ്ലി ഒരു നാരോ മൈൻഡഡായി ആ ഒരു ചെറിയ കാര്യത്തിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ് പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സ് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് ആ സമയത്ത് പോയില്ല. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ നിങ്ങൾ 15 മിനിറ്റ്സിൽ ഇത് കണ്ടു, നിങ്ങൾ ട്രേഡ് എടുത്ത് സക്സസ്ഫുള്ളായി. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഈസ് വർക്കിംഗ്. കാരണം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കൽ അനാലിസിസ് സെയിം ഇറ്റ് വർക്ക്സ്, എല്ലാ ടൈം ഫ്രെയിമിലും ഒരുപോലെ വർക്ക് ചെയ്യുന്നുള്ളൊരു കാര്യം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, റൈറ്റ്? സോ ആ ഒരു തിങ്കിങ്ങിൽ നമ്മൾ വിചാരിക്കും ഇത് അതുകൊണ്ടാണ് വർക്കായത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ വർക്കാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അപ്പോൾ ആ റീസൺസും കാര്യങ്ങളൊക്കെ നമ്മൾ 1 by 1 വീഡിയോസിൽ കവർ ചെയ്ത് താഴേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഈ കോഴ്സിൻ്റെ പീരീഡ് വരെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കാരണം ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും പിന്നെ മിസ്ലെഡ് ചെയ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കയ്യിലുള്ള ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി കളയാതെ ഒരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് കണ്ടിന്യൂസ് ആയി നമുക്ക് എങ്ങനെയാണ് ഇതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് ഈ കോഴ്സിന് വേണ്ടി മാത്രം നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഇതിലുള്ള ലേണിങ്ങും അതുപോലെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണം. പിന്നെ നിങ്ങൾക്ക് ഓരോ സമയം കഴിയുമ്പോഴൊന്ന് തിരിച്ച് നോക്കിയാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു നോട്ട്ബുക്ക് വെക്കുക. പിന്നെ ഹാവ് പേഷ്യൻസ്. ബിക്കോസ് ഇത് ഇമ്മീഡിയറ്റ്ലി ഇന്ന് നിങ്ങൾ വീഡിയോ കണ്ടാൽ നാളെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല. നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് സം മന്ത്സ് നമ്മൾ ഈ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു പ്രോപ്പർ സെറ്റപ്പിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് സ്റ്റാർട്ടിങ് ഈവൻ വെരി ഫസ്റ്റ് വീഡിയോ മുതൽ തന്നെ നിങ്ങൾക്ക് പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിൽ മാർക്കറ്റിനെ കാണാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ സ്റ്റോക്സ് വേണമല്ലോ, അല്ലെങ്കിൽ ലേണിംഗ് ചെയ്യണമെങ്കിൽ സ്റ്റോക്സ് വേണമല്ലോ. അപ്പോൾ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഞാൻ നിങ്ങൾക്ക് തരും. ആ സ്റ്റോക്ക് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല, ബട്ട് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് ലിസ്റ്റ്, അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മളുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പിന് വേണ്ടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നുമല്ല, ബട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അതിനുവേണ്ടി ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ. അതിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ അക്കൗണ്ട് ഇതുവരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൾറെഡി എനിക്ക് തോന്നുന്നു മാക്സിമം ആൾക്കാർക്കും ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ഫ്രീ അക്കൗണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.